കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. നമസ്കാരം. ഇന്ന് 2024 ഓഗസ്റ്റ് 4 ഞായറാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ബഹ്റൈനിലുണ്ടായ വാഹനാപകടങ്ങളിൽ 24 ഇന്ത്യക്കാർ മരണപ്പെട്ടതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലോക്സഭയെ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ആകെ 647 ഇന്ത്യക്കാരാണ് അപകടങ്ങളിൽ മരണപ്പെട്ടത്. ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സൗദി അറേബ്യയിലാണ് ഉണ്ടായത്. 299 പേരാണ് 2023-2024 കാലയളവിൽ ഇവിടെ മരിച്ചത്. UAEയിൽ 107, കുവൈറ്റിൽ 91, ഒമാനിൽ 83, ഖത്തറിൽ 43 ഇങ്ങനെയാണ് മറ്റു GCC രാജ്യങ്ങളിലെ അപകട മരണത്തിൻ്റെ കണക്ക്. ഇതേ കാലയളവിൽ 6001 പേർ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റു കാരണങ്ങളാൽ മരിച്ചു. സ്വാഭാവിക മരണങ്ങളും ആത്മഹത്യകളും ഇതിൽ ഉൾപ്പെടുന്നു. സൗദി അറേബ്യയിൽ 2388 പേരും UAEയിൽ 2023 പേരും മരണപ്പെട്ടപ്പോൾ ബഹ്റൈൻ 785, കുവൈറ്റ് 584, ഒമാൻ 425, ഖത്തർ 296 എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ സ്വാഭാവിക മരണങ്ങളുടെ കണക്കുകൾ. ബഹ്റൈനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് നടത്തിവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേസ് കൊഞ്ചേഴ്സ് സീഫിലെ ഒരു വർക്ക് സൈറ്റിൽ വെച്ച് നടന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ഏകദേശം 200 തൊഴിലാളികൾക്ക് വെള്ളക്കുപ്പികൾ, ലബാൻ, പഴങ്ങൾ എന്നിവ ICRF വളണ്ടിയർമാർ വിതരണം ചെയ്തു. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BK തോമസ്, സെക്രട്ടറി പങ്കജ് നെല്ലൂർ, അഡ്വൈസർ അരുൾദാസ് തോമസ്, തേസ് കൊഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ രാജീവൻ, ഫൈസൽ മടപ്പള്ളി, അംഗങ്ങളായ രാകേഷ് ശർമ്മ, പ്രകാശ് മോഹൻ, ജോൺ ഫിലിപ്പ്, അൽത്തിയ, അനു, സാന്ദ്ര, കൽപ്പന, ബോഹ്റ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് കുതുബ്, യൂസഫ്, യൂണിവേഴ്സിറ്റി ട്രെയിനികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. അടുത്ത 8 ആഴ്ചകളിലും സമാനമായ പരിപാടികൾ തുടരും. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ, പാരമ്പര്യത്തിന്റെ വിശ്വാസം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ നവകേരള ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. പ്രസിഡന്റ് NK ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതല അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി MC പവിത്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനിൽദാസ് നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ ന്യൂസ് ലെറ്റർ ILA കണക്ട് പ്രകാശനം ചെയ്തു. സദേൺ ഗവർണറേറ്റ് പാർലമെന്റ് അംഗവും വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ മറിയം അൽദൈൻ, സെൻട്രൽ ഗവർണറേറ്റിലെ ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി എന്നിവർ പ്രിന്റ് പതിപ്പ് ഉദ്ഘാടനം ചെയ്തു. ബോബ്സ്കോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോബൻ തോമസും ILA പ്രസിഡന്റ് കിരൺ മാംഗ്ലോയും ചേർന്ന് ഡിജിറ്റൽ പതിപ്പ് ഉദ്ഘാടനം ചെയ്തു. അഞ്ജലി ഗുപ്ത, അനുപം കിങ്കർ, അമൃത ലാംപ എന്നിവരാണ് എഡിറ്റർമാർ. സംഘടനയുടെ പ്രവർത്തനങ്ങൾ, വരാനിരിക്കുന്ന ഇവന്റുകൾ, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക ഇടപെടലുകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള വാർത്തകളാണ് ന്യൂസ് ലെറ്ററിൽ ഉൾപ്പെടുത്തുന്നത്. സെപ്റ്റംബർ 20 ക്രൗൺ പ്ലാസയിൽ ILA ദാണ്ടിയ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മൈത്രി ബഹ്റൈൻ കിങ് ഹമദ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി.
40ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം നൽകിയത്. സാമൂഹിക പ്രവർത്തകരായ KT സലീം, എബ്രഹാം ജോൺ, മജീദ് തണൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മൈത്രി പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, സെക്രട്ടറി ഇൻചാർജ് സലീം തയ്യിൽ, ട്രഷറർ അബ്ദുൽ ബാരി, ചീഫ് കോർഡിനേറ്റർ നവാസ് കുണ്ടറ, വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിബു ബഷീർ, ഷാജഹാൻ, ഷബീർ ക്ലാപ്പാന, റിയാസ് ഖാൻ, ഷമീർ ഖാൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രക്തദാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്യാമ്പിന് അവസരം നൽകിയ ഹോസ്പിറ്റൽ അധികാരികൾക്കും ടീം മൈത്രി നന്ദി രേഖപ്പെടുത്തി. ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ AC സർവീസിംഗ് വെറും 4 ദിനാറിനും സ്പ്ലിറ്റ് AC സർവീസിംഗ് വെറും 8 ദിനാറിനും. കൂടാതെ എയർ കണ്ടീഷനിംഗ് സെയിൽസ്, AC സർവീസസ്, ഡക്ട് വർക്ക്, റെഫ്രിജറേഷൻ വർക്കുകൾ, ബിൽഡിംഗ് മെയിന്റനൻസ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോട് നൽകുന്നു അൽ റഹ്ബോത്ത് എയർ കണ്ടീഷനിംഗ് കമ്പനി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3802-4660. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീം സിട്ര സ്റ്റാർസിനെ തോൽപ്പിച്ചുകൊണ്ട് ടീം ഗെയിം ചേഞ്ചേഴ്സ് വിജയികളായി. വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്ത സമാപന ചടങ്ങ് സാമൂഹ്യ പ്രവർത്തകൻ അമൽദേവ് ഉദ്ഘാടനം ചെയ്തു. BKS ലൈബ്രറിയൻ വിനോദ്, KPA വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ, സെക്രട്ടറി അനോജ് മാസ്റ്റർ, ഹമദ് ടൗൺ ഏരിയ കോർഡിനേറ്റർമാരായ അജിത് ബാബു, പ്രമോദ് PM, സെൻട്രൽ കമ്മിറ്റി അംഗം പ്രദീപ്, ക്രിക്കറ്റ് കോർഡിനേറ്റർ നാരായണൻ, ജോയിന്റ് സെക്രട്ടറി ബിനീത അജിത് എന്നിവർ ആശംസകൾ നേർന്നു. ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി റാഫി പറവൂർ സ്വാഗതവും ഏരിയ ട്രഷറർ സുജേഷ് നന്ദിയും പറഞ്ഞു. ബെസ്റ്റ് ബാറ്റ്സ്മാനായ KR ഹരി, ബെസ്റ്റ് ബൗളറായി ജിൻഷാദ്, മാൻ ഓഫ് ദി മാച്ചായി ജുനൈദ്, വാല്യുബിൾ പ്ലെയറായി ഇയേഷ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബീറ്റ് ദ ഹീറ്റ് പരിപാടി നടത്തി. ട്യൂബ്ലി ഏരിയയിലെ കുറഞ്ഞ വരുമാനക്കാരായ 200 തൊഴിലാളികൾക്ക് ജ്യൂസ്, വെള്ളം, പഴങ്ങൾ, തൊപ്പികൾ എന്നിവ വിതരണം ചെയ്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ കൈമി സിംഗ്, മസർ, രമണൻ, സയ്യിദ്, ഹനീഫ്, റിയാസ്, ഷഫീഖ് എന്നിവർ വിതരണത്തിൽ പങ്കെടുത്തു. ഇസ ടൗണിലെ അൽഖുദസ് അവന്യൂവിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. വാഹനം മരത്തിലിടിക്കുകയായിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ നാഷണൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. തുടർ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.